ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിയിൽ കളം പിടിച്ച് ലഹരി മാഫിയ. MDMA, ഹാഷിഷ് ഓയിൽ, ഗ്രീൻ ഗോൾഡ്, കഞ്ചാവ് തുടങ്ങിയ മുന്തിയ സ്റ്റഫുകൾക്കാണ് ഇപ്പോൾ ഡിമാൻഡ്. പഴുതടച്ച പരിശോധനകൾ നടത്തിയിട്ടും ലഹരിയുടെ ഒഴുക്ക് പൂർണ്ണമായും തടയാൻ എക്സൈസിനും പോലീസിനും കഴിഞ്ഞിട്ടുമില്ല. ഡൽഹി, ബാംഗ്ലൂർ അടക്കമുള്ള നഗരങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലായും ലഹരി വസ്തുക്കൾ എത്തുന്നത്. പ്രധാന കേന്ദ്രം കൊച്ചി തന്നെ. കൊച്ചിയിൽ നിന്നും മറ്റു ജില്ലകളിലേക്ക് വിദ്യാർത്ഥികളിൽ തുടങ്ങി യുവാക്കളും മധ്യവയസ്കരും വരെ ലഹരി മാഫിയയുടെ കാരിയർമാരെ പ്രവർത്തിക്കുന്നുണ്ട്. സമീപ രാജ്യങ്ങളിൽ നിന്ന് പോലും ലഹരി എത്തുന്നതായാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ആവശ്യക്കാരേറെയുള്ള ഹെറോയിൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് എത്തുന്നത്. ഇടനിലക്കാർ വഴി ചുളുവിലയ്ക്ക് വാങ്ങി 10-20 ഇരട്ടി വിലയ്ക്കാണ് കച്ചവടം. ഏറ്റവും മുന്തിയനം ഹാഷിഷ് ഓയിലിന് യുവാക്കൾക്കിടയിൽ വലിയ ഡിമാൻഡുണ്ടെന്നാണ് എക്സൈസിന്റെ രഹസ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. കേരളത്തിൽ വലിയ പ്രചാരത്തിലെത്താത്ത ഒന്നായിരുന്നു ഗ്രീൻ MDMA. കഴിഞ്ഞ ദിവസം ഇതും കൊച്ചിയിൽ നിന്ന് പിടിച്ചെടുത്തു. ഗുണ്ടാ സംഘങ്ങളുടെ ആശീർവാദത്തോടെ കൊച്ചിയിൽ പിടിമുറക്കുന്ന ലഹരി മാഫിയയ്ക്ക് വേണ്ടി എക്സൈസും പോലീസും വല വിരിച്ചിരിക്കുകയാണ്. തലവന്മാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണവും പിടികൂടലും. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വമ്പൻ ടീമുകൾ ഫോർട്ട് കൊച്ചി, എറണാകുളം, ചെറായി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിക്കുമെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പിടിതരാതെ കറങ്ങി നടക്കുന്ന ലഹരി സംഘങ്ങൾ പോലീസിനും എക്സൈസിനും ഒരുപോലെ തലവേദനയാകുന്നുണ്ട്. സ്പെഷ്യൽ ഡ്രൈവുകളും കോമ്പിങ്ങുകളും ഒക്കെ മറികടന്ന പോലീസിന് മുന്നേ പായുകയാണവർ. കൊച്ചിയിൽ നിന്നും മുഹമ്മദിനൊപ്പം അശ്വിൻ പാലാഴി, 24. സംസ്ഥാനത്തെ ആകെ കുറ്റകൃത്യങ്ങളുടെയും ലഹരിമരുന്ന് ഉപയോഗത്തിൻ്റെയും കണക്കെടുത്താൽ കൊച്ചിയിൽ മാത്രം കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കണക്കുകളെ അപേക്ഷിച്ച് കൊച്ചിയിൽ ഇത്തവണ ലഹരി കേസുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. സ്ഥിരം കുറ്റവാളികളെ കരുതൽ തടങ്കലിലാക്കിയും കാപ്പ ചുമത്തിയുമാണ് പോലീസ് ഇതിനെ പ്രതിരോധിക്കുന്നത്. കേൾക്കാം ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രത്തോളം ഫാമിലികൾ എന്റർടൈൻ ചെയ്യാൻ വരുന്ന ഈ കൊച്ചി പ്രദേശത്ത് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ എക്സൈസും വളരെ കർശനമായി തന്നെ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ പരിശോധിക്കേണ്ടതുണ്ട്. ഒഴിഞ്ഞ പറമ്പുകളിലും കൂട്ടം കൂടിയുന്ന ചെറുപ്പക്കാർ ഇത് വിൽപ്പനയും ഉപയോഗവും അതുവഴി ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും വളരെയേറെയാണ്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിയിലേക്ക് വൻതോതിൽ ലഹരി മരുന്നിന്റെ ഒഴുക്കുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഹരിക്കെതിരെയുള്ള നടപടികൾ അത്രയ്ക്ക് ഊർജിതമാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എല്ലാ മുക്കും മൂലകളും പോലീസ് കർശനമായി പോലീസും ജനപ്രതിനിധികളും സാധാരണക്കാരെയും ഉൾപ്പെടുത്തി ജനമൈത്രിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കർശനമായി ഇതിനെതിരെ പോരാടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.